അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി നടത്തിയ ഒരു സുപ്രധാനമായ നിരീക്ഷണത്തിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ പോലെ തന്നെ അഭിമാനത്തോടെ ജീവിക്കാനും കൂട്ടിലടക്കപ്പെടാതെ യഥേഷ്ടം പാറിപ്പറക്കാനും പക്ഷികൾക്ക് അവകാശമുണ്ടെന്നാണ് കോടതി ആ സുപ്രധാനമായ നിരീക്ഷണത്തിലൂടെ വ്യക്തമാക്കിയത്. ഈ ഒരു നിരീക്ഷണം കോടതി വളരെ വൈകിയാണ് നിരീക്ഷിച്ചതെങ്കിൽ പോലും നമ്മുടെ ഏവരുടെയും ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന കടന്നു വരേണ്ട ഒരു സുപ്രധാനമായ ഒരു വിഷയമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എല്ലാ മേഖലകളിലും വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ വിഷയ സംബന്ധമായി ഒരു മുസ്ലിമിൻ്റെ സമീപനം എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പക്ഷി മൃഗാദികളോടെല്ലാം ഒരു ക്രൂരമായ ഒരു സമീപനം മനുഷ്യൻ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാരണം മനുഷ്യൻ സ്വന്തത്തിലേക്ക് ചുരുങ്ങുകയും തനിക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാം തൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്തയോടുകൂടി മനുഷ്യൻ ചുറ്റുപാടുകളെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യരോട് നടത്തുന്ന ക്രൂരതകൾ പോലെ തന്നെ മനുഷ്യൻ തൻ്റെ സഹജീവികളോടും അല്ലെങ്കിൽ ഇതര ജീവജാലങ്ങളോടും നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ ആവാസ വ്യവസ്ഥകളെയും അവരുടെ മേഖലകളെയും അവരുടെ ജീവിതത്തിൻ്റെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വനങ്ങളെയും കാടുകളെയും എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറവകളോടും പക്ഷികളോടുമെല്ലാം പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധരായ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പ്രാഥമിക കർമ്മത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി. ആ സമയത്ത് ഞങ്ങൾ ഒരു പക്ഷി കുഞ്ഞിനെ കണ്ടു, 2 പക്ഷിക്കുട്ടികളെ കണ്ടു. ഞങ്ങൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ പേരിൽ ആ പക്ഷിക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാന്നിധ്യത്തിൽ സഹാബിമാരുടെ സമീപത്തേക്ക് ഞങ്ങൾ വരികയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന 2 പക്ഷിക്കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. മാത്രമല്ല, തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ദുഃഖത്താൽ അതിൻ്റെ വെപ്രാളത്താൽ പാറിപ്പറന്നു വന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ സമീപത്ത് വെച്ചുകൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് കരച്ചിലടക്കാൻ കഴിയാതെ ചുറ്റുഭാഗവും പറന്നു കളിച്ചു കൊണ്ടിരിക്കുന്ന, അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തള്ളപ്പക്ഷിയെ റസൂലുള്ളാഹി തങ്ങൾ കാണുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബിമാരോട് ചോദിക്കുന്നത്, മം ഫജഹാദിഹി ബിവലദൈഹ, ആ തള്ളപ്പക്ഷികളുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ആരാണ് ഈ തള്ളപ്പക്ഷിയെ അസ്വസ്ഥതപ്പെടുത്തിയത്, ആരാണ് അതിനെ പരിഭ്രാന്തത ഉണ്ടാക്കിയത്? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റുദ്ദു വലദൈഹ ഇലൈഹ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളപ്പക്ഷിയുടെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം, അതിൻ്റെ തള്ളപ്പക്ഷിയുടെ സമീപത്തേക്ക് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ്
പറവകൾക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യം സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത ഹബീബാണ് കാരുണ്യത്തിൻ്റെ വസന്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, നീ ഒരു ചെടി നട്ടു, അതിൽ നിന്ന് പഴങ്ങളുണ്ടായി, ആ പഴങ്ങൾ പക്ഷികൾ ഭക്ഷിച്ചാൽ പോലും നിനക്കതിൻ്റെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഏത് കാര്യത്തിലാണെങ്കിലും മിണ്ടാപ്രാണികൾ പക്ഷികൾ മാത്രമല്ല, ഏത് മിണ്ടാപ്രാണികളോടുമുള്ള സമീപനത്തിലൂടെ ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അകാരണമായി ഏതെങ്കിലും ഒരു ചെറിയ വെട്ടുകിളിയെപ്പോലും നിങ്ങൾ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് വെച്ചുകൊണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കും, അത് അള്ളാഹുവിനോട് പറയും, യാ റബ്ബി ഇന്ന ഫുലാനൻ ഖത്ലനി അബസാ, പടച്ചവനെ എന്നെ വെറുതെയാണ് ഈ ചങ്ങായി കൊന്നത്, വലം യഖ്തുൽനി മൻഫഅതൻ, ഒരു ഉപകാരവും എന്നെ കൊന്നിട്ട് അവന് കിട്ടിയിട്ടില്ല, ഇങ്ങനെ വെറുതെ എന്നെ പ്രയാസപ്പെടുത്തിയതാണ് എന്ന് ആ വെട്ടുകിളി അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പ്രാധാന്യമാണ് സഹജീവികളോടുള്ള സമീപനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്രത്തോളം മറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തോട് പോലും നിങ്ങൾ കാരുണ്യത്തോടു കൂടി വർത്തിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രവാചകൻ പ്രത്യേകമായി 2 സംഭവങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാഹിച്ച് അവശയായ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു ദോഷിയായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അതേസമയത്ത് നല്ല രൂപത്തിൽ ജീവിച്ച ഒരു സഹോദരി തൻ്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ മരണത്തിലേക്ക് കൊണ്ടുപോയി ആ പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ പേരിൽ ആ പെണ്ണിന് നരകത്തിൻ്റെ അവകാശിയായി മാറേണ്ടി വരികയും ചെയ്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ എത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ വളരുന്ന പൂച്ച പോലും ആ പൂച്ച പോലും നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അസ്സിന്നൂറു മിൻ അഹ്ലിൽ ബൈത്ത്, പൂച്ചകൾ, നമ്മുടെ വീടുകളിലുള്ള പൂച്ചകൾ അത് വീട്ടിലുള്ള ഒരാളെ പോലെയാണ്, ഒരംഗത്തെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദീഖു യുഅദ്ദിനു ബിസ്സലാ മനിത്തഖദ ദീഖൻ നബിയല്ലാ ഹഫിള്ള മിൻ സലാസത്തിൻ. കോഴി എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചുണർത്തുന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും വെള്ളപ്പൂവൻ കോഴി ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ 3 ഉപദ്രവത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുമെന്നാണ്. മിൻ ശർരി കുല്ലി ശൈത്വാനിൻ വസാഹിരിൻ വക്കാഹിനിൻ. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പിശാചിൻ്റെ, മാരണക്കാരൻ്റെ, പ്രശ്നം വെക്കുന്നവൻ്റെ, ഇവൻ്റെ എല്ലാം ഉപദ്രവത്തിൽ നിന്ന് ആ വെള്ളക്കോഴി നിങ്ങളെ സംരക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, ലാ തസുബ്ബുദ്ദീക, നിങ്ങൾ കോഴിയെ ചീത്ത പോലും പറയരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവകളോടുള്ള ആ പെരുമാറ്റം വളരെ മാന്യതയോടുകൂടി. റസൂലുള്ളാഹി തങ്ങളാണ് അത് നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് എത്രത്തോളം നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ പ്രപഞ്ചസൃഷ്ടാവിൻ്റെ കാരുണ്യം ഈ സൃഷ്ടികൾക്ക് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരുപാട് നന്മകൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരല്പം വെള്ളവും ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പറവകളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ, ദാഹം കൊണ്ട് വിവശരാകുന്ന ആ പറവകൾ വന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള പൂച്ചകൾക്കും കോഴികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ നാം ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെ അവകളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.